അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽസിയാറ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് യാത്ര ചെയ്ത് എത്തിയിരിക്കുന്നത് വളരെ പുരാതനമായ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്കാണ്. അതായത് മനുഷ്യപിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ടു മക്കൾ ഹാബീലും ഖാബീലും അവരുടെ ഭൗതിക ശരീരം മറവ് ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ രാമേശ്വരത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഈ രണ്ട് ഖബറുകളും ഹാബീലിന്റെയും ഖാബീലിന്റെയുമാണ് എന്നതിന് വ്യക്തമായ തെളിവോ രേഖയോ ഈ വിനീതന് കണ്ടിട്ടില്ല. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെയും മാതാവായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും സ്വർഗത്തിൽ വെച്ച് പടച്ചതും അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വന്നതുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ആദം നബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ആദ്യം ഇറങ്ങിയത് ശ്രീലങ്കയിലെ ആദം മലയിലാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് വളരെ അടുത്തു കിടക്കുന്ന പ്രദേശമാണ് രാമേശ്വരം. ആ നിലക്ക് ഹാബീലിന്റെയും ഖാബീലിന്റെയും ഖബറുകൾ തന്നെയാകാം ഇത് എന്ന് നമുക്ക് അനുമാനിക്കാം. വ്യക്തമായ ചരിത്ര രേഖകൾ ഇല്ലാത്തതിനാൽ തറപ്പിച്ചു പറയാൻ കഴിയില്ല. ഏതായാലും ആ ചരിത്രം അവരെ ഇങ്ങനെയാണ് സ്മരിക്കുന്നത്. ഭൂലോകത്തെ ആദ്യ ദമ്പതികളായ ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹായുടെയും സന്താനങ്ങളാണ് ഖാബീലും ഹാബീലും. ഭൂമിയിലെ ആദ്യ കൊലപാതകത്തിന്റെ കഥ നാം കേൾക്കുന്നത് സഹോദരങ്ങളായ ഹാബീലിന്റെയും ഖാബീലിന്റെയും ചരിത്രങ്ങളിൽ നിന്നാണ്. ചരിത്രം ഇങ്ങനെയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ ഇരട്ടകളായി പ്രസവിക്കപ്പെട്ടു. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അവർ വളർന്നുവെന്നു. അവർ സഹോദരങ്ങളായി കഴിഞ്ഞു. ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യും. അതാണ് അക്കാലത്തെ വിവാഹത്തിന്റെ മതവിധി. ഒരേ പ്രസവത്തിലെ ആണും പെണ്ണും വിവാഹം ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. ഖാബീൽ ഈ തെറ്റ് ചെയ്തു. ഖാബീലിന്റെ സഹോദരനാണ് ഹാബീൽ. ഹാബീൽ തെറ്റ് ചെയ്തില്ല. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഹാബീലിനെയും ലബൂദയെയും ഒന്നിച്ചു പ്രസവിച്ചു. മറ്റൊരു പ്രസവത്തിൽ ഖാബീലിനെയും ഇക്രിമയെയും പ്രസവിച്ചു. 4 പേരും വളർന്നു പ്രായപൂർത്തിയെത്തി വിവാഹപ്രായമായി. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഹാബീൽ ഇക്രിമയെ വിവാഹം ചെയ്യട്ടെ, ഖാബീൽ ലബൂദയെ വിവാഹം ചെയ്യട്ടെ. ഖാബീലിന് ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടില്ല. അയാൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു: അതു പറ്റില്ല, ഇക്രിമയെ ഞാൻ കെട്ടും, ലബൂദയെ എനിക്ക് വേണ്ട. എന്താ കാര്യം? ഇക്രിമ അതിസുന്ദരിയാണ്, ലബൂദക്ക് അത്രത്തോളം സൗന്ദര്യമില്ല. ആദം നബി അലൈഹിസ്സലാം എതിർത്തു. ഖാബീൽ വകവെച്ചില്ല. ഖാബീലിന്റെ മനസ്സിൽ അസൂയ വളർന്നു. ഹാബീലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പക്ഷെ എങ്ങനെ? ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതെങ്ങനെ? അതറിയില്ല. മനസ്സിൽ പകയും വെറുപ്പും വളർന്നു. ഈ സമയം ശപിക്കപ്പെട്ട ഇബ്ലീസ് സന്തോഷിച്ചു. ഖാബീലിനെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പറ്റിയ സന്ദർഭം. മനുഷ്യവേഷത്തിൽ ഇബ്ലീസ് പുറപ്പെട്ടു. കയ്യിൽ ഒരു പക്ഷിയും. ഖാബീൽ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നു മുമ്പിൽ നിന്നു. കയ്യിൽ ഒരു പക്ഷിയുണ്ട്. അയാൾ പക്ഷിയെ ഒരു കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. ഖാബീൽ നോക്കിക്കണ്ടു. കൊല, അതെ കൊല, തലക്കടിച്ചു കൊല്ലാം. തലക്കടിച്ചാൽ ജീവൻ പോകും. സഹോദരനെ കണ്ടപ്പോൾ ഖാബീൽ കോപത്തോടെ പലതും വിളിച്ചു പറഞ്ഞു: നിന്നെ വെറുതെ വിടില്ല, നിന്നെ ഞാൻ കൊല്ലും. ഹാബീൽ ശാന്തനായി മറുപടി പറഞ്ഞു: സഹോദര, നീ എന്തിനെന്നോട് ശത്രുത പുലർത്തുന്നു? കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും. എന്നെ കൊന്നാൽ ആ പാപം നീ സഹിക്കണം. എന്റെ കണക്കിൽ വല്ല പാപവുമുണ്ടെങ്കിൽ അതും നീ സഹിക്കണം. ഹാബീൽ സഹോദരനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഉപദേശങ്ങളൊന്നും ഫലം ചെയ്തില്ല. ആദം നബി അലൈഹിസ്സലാം 2 മക്കളെയും വിളിച്ച് സംസാരിച്ചു. വിധിയനുസരിച്ച് ഇക്രിമയെ ഹാബീൽ വിവാഹം ചെയ്യണം. ഹാബീലിന് ഇക്രിമയെ വളരെ ഇഷ്ടമാണ്. ഖാബീൽ ഇക്രിമയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ പിതാവ് തന്നെ ഒരു മാർഗം നിർദ്ദേശിച്ചു. 2 പേരും ഖുർബാൻ നടത്തുക. അള്ളാഹു ആരുടെ ഖുർബാൻ സ്വീകരിക്കുന്നുവോ അവൻ ഇക്രിമയെ വിവാഹം ചെയ്യട്ടെ. ഇത് കേട്ടപ്പോൾ ഹാബീൽ പറഞ്ഞു: ഞാൻ അള്ളാഹുവിന്റെ വിധി സ്വീകരിക്കും. ഞാൻ ഖുർബാൻ നടത്താൻ തയ്യാറാണ്. ഹാബീൽ ആടുകളെ വളർത്തി ജീവിക്കുന്ന ആളാണ്. തന്റെ കൈവശം ധാരാളം ആടുകളുണ്ട്. ഒരാടിനെ ഖുർബാൻ കൊടുക്കാൻ തയ്യാറായി. നല്ലൊരാടിനെ കൊണ്ടുവന്നു പർവ്വതത്തിൽ വിട്ടു. ഖാബീൽ കർഷകനാണ്. ഗോതമ്പ് വയലുകളുടെ ഉടമയാണ്. ഒരു പിടി ഗോതമ്പ് വൈക്കോൽ കൊണ്ടുവന്ന് പർവ്വതത്തിൽ വെച്ചു. ആകാശത്ത് നിന്ന് പുകയില്ലാത്ത അഗ്നി ഇറങ്ങി വരണം. ഖുർബാൻ നൽകിയ വസ്തുവിനെ കൊണ്ടുപോകണം. അപ്പോൾ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടതായി കണക്കാക്കും. ഇതാണ് അക്കാലത്തെ രീതി. ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ആടിനെ കൊണ്ടുപോയി. ഹാബീലിന്റെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു. ഖാബീലിന്റേത് തിരസ്കരിക്കപ്പെട്ടു. ഹാബീൽ ഇക്രിമയെ വിവാഹം കഴിക്കട്ടെ,
പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിധിച്ചു. ഖാബീൽ എതിർത്തു. ഖുർബാൻ തിരസ്കരിക്കപ്പെട്ടാലും ഞാൻ ഇക്രിമയെ വിട്ടുതരില്ല. ഒരു ദിവസം ഹാബീൽ വനത്തിൽ പോയ കാര്യങ്ങൾ നിർവഹിച്ചു തിരിച്ചു വന്നു. ക്ഷീണം തോന്നി ഒരു മരത്തണലിൽ വിശ്രമിച്ചു. മെല്ലെ കണ്ണുകൾ അടഞ്ഞു. നേർത്ത മയക്കം, ഉറങ്ങിപ്പോയി. ഖാബീൽ അതുവഴി വന്നു. ഉറങ്ങുന്ന ഹാബീൽ പക്ഷിയെ തലക്കടിച്ചു കൊന്ന സംഭവം ഓർമ്മ വന്നു. പിന്നെ താമസിച്ചില്ല. വലിയൊരു കല്ല് ചുമന്നു കൊണ്ടുവന്നു ഹാബീലിന്റെ സമീപത്തെത്തി. കല്ല് ഉയർത്തിപ്പിടിച്ചു. പിന്നെ ശക്തിയായി തലയിലേക്കിട്ടു. തല പിളർന്നു രക്തമൊഴുകി. ഹാബീൽ അന്ത്യശ്വാസം വലിച്ചു. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം നടന്നു. ഖാബീൽ ആദ്യത്തെ ഘാതകനാണ്. സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ ഖാബീൽ അത് ചുമന്നുകൊണ്ട് നടന്നു. 40 നാൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഖാബീൽ ഒരു കാഴ്ച കണ്ടു. അതിശയം കൊണ്ട് വാ പൊളിച്ചുപോയി. ചത്ത പക്ഷിയെ കുഴിച്ചിടുന്ന രംഗം കണ്ടു. ദുഷ്ടമൃഗങ്ങളും പക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടി. പക്ഷി ചത്തു. പക്ഷിയെ മറവ് ചെയ്യണം. ഒരു കാക്ക കൊക്കുകൊണ്ട് മണ്ണിൽ കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ ചത്ത കാക്കയെ ഇട്ടു മണ്ണിട്ട് മൂടി. ഖാബീൽ കാക്കയിൽ നിന്ന് പാഠം പഠിച്ചു. വലിയൊരു കുഴിയുണ്ടാക്കി സഹോദരന്റെ മൃതദേഹം അതിലിട്ട് മൂടി. പ്രശ്നം തീർന്നു. ഞാൻ ഈ കാക്കക്ക് തുല്യനായിപ്പോയി. സഹോദരനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വന്നു ചേരുമായിരുന്നില്ല. ഖാബീൽ അങ്ങനെ പറഞ്ഞു, ഖേദിച്ചു. ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകവും ആദ്യത്തെ മറമാടലും നടന്നു. ഖാബീൽ വളരെ കാലം പിന്നീട് ജീവിച്ചു. വലിയൊരു പരമ്പരയുണ്ടായി. ഒടുവിൽ രോഗം വന്നു കിടപ്പിലായി. മരണം ആസന്നമായി. അപ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസ് വന്നു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അഗ്നിയെ ആരാധിക്കുക, എങ്കിൽ വിജയം വരിക്കാം. ഖാബീൽ അഗ്നിയെ ആരാധിച്ചു. അവന്റെ അനന്തരാവകാശികളായ ജനങ്ങളും അഗ്നിയെ ആരാധിച്ചു. ഇബ്ലീസ് പറഞ്ഞതെല്ലാം അവൻ വിശ്വസിച്ചു. അങ്ങനെ അഗ്നി ആരാധന തുടങ്ങി. ലൈംഗിക അരാജകത്വമാണ് ഖാബീലിന്റെ പരമ്പരയിൽ പിന്നെ അരങ്ങേറിയത്. വകതിരിവില്ലാത്ത ജീവിതം. ഖാബീൽ സന്തതികൾ അള്ളാഹുവിന്റെ തൃപ്തിയിൽ നിന്ന് അകറ്റപ്പെട്ടു. ഖാബീൽ നിന്ദിനായി അവസാനം മരണപ്പെട്ടു. ഇബ്ലീസ് ആ സമൂഹത്തെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ജനങ്ങൾ 2 വിഭാഗക്കാരായിരുന്നു. ഒന്ന് ഖാബീൽ സന്താന പരമ്പര. ഇവർ ദുഷിച്ച ജനതയായിരുന്നു. ചരിത്രം സുദീർഘമാണ്, വിശാലമാണ്. പലതിലേക്കും കടന്നു ചെന്നിട്ടില്ല. അല്പം ഇവരെക്കുറിച്ച് അറിയാൻ വേണ്ടി ഉണർത്തിയെന്നു മാത്രം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെയൊക്കെ വരാനും ഈ ചരിത്ര സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ പരിസര പ്രദേശങ്ങളിലൊക്കെയും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തുക്കളുടെ ദറജകൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കട്ടെ. നമ്മുടെ യാത്രകളും സിയാറത്തുകളുമൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസ്വലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മക്കാമിൻ്റെ പുറത്തായിട്ട് കാണുന്ന ഒരു മക്കാമാണ് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ മഹാൻ്റെ മക്കാമാണിത്. ഹബീല ഖാബീൽ ഖബറിൻ്റെ പുറത്ത് കാണുന്ന ഈ ഒരു ദർഗ ഒരു വലിയ, ഇവിടെ അന്വേഷിച്ചപ്പോൾ ഒരു വലിയ മഹാൻ്റെതാണ്. പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ് അറിയാൻ സാധിച്ചത്.